that intro. നമസ്കാരം, വെൽക്കം ടു ഫെമീസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ചിക്കൻ മമ്മോസ് ആണ്, സ്റ്റീംഡ് ചിക്കൻ മമ്മോസ്. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യയിലും നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസിലൊക്കെ ഫേമസ് ആയ ഒരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം അതിൻ്റെ ഡൗ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, അരിച്ചെടുത്തതാണ്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. റിഫൈൻഡ് ഓയിൽ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്, കോക്കനട്ട് ഓയിലൊന്നും ചേർക്കരുത്. 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചു കൊടുക്കുക. നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പരുവത്തിൽ വേണം കുഴച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 20 മിനിറ്റ് നമുക്ക് വെക്കാം. ഇനി ഇതിന്റെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ബൗളിലിട്ടിട്ട്, വെള്ളമൊന്നും പാടില്ല, ബൗളിലിട്ടിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആവേണ്ട, ചെറിയ ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചെടുക്കാം. ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അല്പം മല്ലിയിലേക്ക് ആവശ്യത്തിന് ഇടാം. പിന്നെ സ്പ്രിംഗ് ഒനിയൻ വേണമെങ്കിൽ ഇടാം. പിന്നെ ഒരു 7 ഗാർലിക്, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വേവിച്ചിട്ട്, ചിക്കൻ വേവിച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒറിജിനൽ ആ സ്ട്രീറ്റ് മൊമോസിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യണം. വേവിച്ചിട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ്, ആ സെയിം ടേസ്റ്റ് തോന്നിയില്ല. ഇതുപോലെ ചെയ്തപ്പോൾ സെയിം ടേസ്റ്റ് തന്നെ തോന്നി. അപ്പൊ നിങ്ങൾക്ക് വേവിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലാണ്ട് ഇങ്ങനെയും ചെയ്യാം. ചിക്കൻ ഞാനിവിടെ ബോൺലെസ് പീസാണ് എടുത്തത്. ബോൺ ഉള്ളതാണെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് 20 മിനിറ്റ് വെക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ചട്നി ഉണ്ടാക്കണം, റെഡ് ചട്നി. ആ റെഡ് ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ 2 കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 ടൊമാറ്റോ, പിന്നെ ഒരു 5 കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നോർമൽ ചില്ലി ആണെങ്കിൽ ഇത് 3 എണ്ണം എടുത്താൽ മതി. ഇതൊന്ന് ബോയിൽ ചെയ്യണം ഒരു 4-5 മിനിറ്റ്. ഈ ടൊമാറ്റോയുടെ സ്കിൻ ഇളകി വരുന്നത് വരെ ഒന്ന് ബോയിൽ ചെയ്യാം. ഇതിപ്പോ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മുളകിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് ഒന്ന് വീർത്ത് വരുന്ന സമയത്ത്, സോഫ്റ്റ് ആവുന്ന സമയത്തും ഈ തക്കാളി ഒന്ന് ഇതിന്റെ തൊലിയൊക്കെ ഇളകി വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുക. അത് എത്ര മിനിറ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി കോരി മാറ്റാം. തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ ഇത് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി പരുത്തി ഫില്ലിംഗ് ഒക്കെ നമുക്ക് വെക്കാം. അതിനു മുമ്പ് സ്റ്റീമറിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. അധികം വെള്ളമായ മുകളിലേക്ക് കയറി അത് നനവ് വരും. അപ്പൊ ഇത്ര വെള്ളം ഒഴിച്ചു. നമുക്ക് ചൂടാവാൻ വെക്കാം. ഡൗ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പരത്തിയെടുക്കാം. കുറച്ച് വലിയ ബോൾസ് തന്നെയാണ് എടുക്കുന്നത്. ഇതിന് ഞാൻ കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമുക്ക് നേരിയതായിട്ട് പരത്തിയെടുക്കാം. ഇതിപ്പോ നേരിയതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ചെറിയ റൗണ്ടുള്ള ഷേപ്പുള്ള പാത്രം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വലിയ സൈസ് വേണമെങ്കിൽ വലിയ സൈസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സൈസ് നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ ഇപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് റോസ് പെറ്റലിന്റെ ഷേപ്പിൽ, അതായത് റോസിന്റെ ഷേപ്പിലാണ് മൊമോസ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാനിത് എല്ലാം ഒരേ സൈസിലാണ് കട്ട് ചെയ്തത്. ഇത് ഓരോ 3 സൈസിൽ വേണം. അതിന് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം.
ഇതിപ്പോ ഞാൻ ഒരു സൈസിൽ പരത്തി, കുറച്ച് വലുതായിട്ട് പരത്തി. ഇനി അതിന്റെ കുറച്ചുകൂടി സൈസ് ചെറുതായിട്ട് ഒന്നുകൂടെ പരത്തുക. അതേ ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ചെയ്താൽ മതി. ഇത് അതിനേക്കാളും കുറച്ചുകൂടി ചെറുതായി. ഇനി നമുക്ക് ഒന്ന് ഇതേ സൈസിൽ തന്നെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ 3 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ഇനി ഇതൊന്ന് ഇവിടെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഫില്ലിങ് ഇങ്ങനെ ഈ രീതിയിൽ ചെറുതായിട്ട് നീളത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. കൂടിപ്പോയത്, കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ രീതിയിൽ നേരിയ രീതിയിൽ വെക്കാം. നിങ്ങൾക്ക് എന്തായിട്ടും മൊമോസിന്റെ സ്ട്രീറ്റ് സ്റ്റൈലിൽ ഫോൾഡ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഇതായിരിക്കും കേട്ടോ. സ്ട്രീറ്റ് സ്റ്റൈലിൽ ഫോൾഡ് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണത്. പിന്നെ നമ്മൾ ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ്. ഇത് കുറച്ച് സ്റ്റൈലിഷും ആണ്. ഇനി ഇതിനെ നമ്മൾ പതിയെ മടക്കുക. അങ്ങോട്ട് മടക്കി കൊടുക്കുക. അതുപോലെ മടക്കി ഇവിടെ ഒട്ടിക്കുക. ഇനി ഇതിനെ പതിയെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇത് ഒന്നുമില്ല, റോൾ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിനെ ഒന്ന് റോൾ ചെയ്യുക. റോൾ ചെയ്തിട്ട് ഇതൊരു റോസിന്റെ ഷേപ്പായി. ഇപ്പോൾ അതിനെ ഒന്ന് പെറ്റൽസ് ഒക്കെ കുറച്ച് ഇങ്ങോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല റോസ് ഷേപ്പുള്ള മൊമോസ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിൽ മടക്കാം. ഞാനിതൊരു വെറൈറ്റി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഈ രീതിയിലുള്ള ഒരു മൊമോസ് കിട്ടി നിങ്ങൾക്ക്. ഒരു റോസിന്റെ ഷേപ്പില്ലേ ഇപ്പോൾ. അങ്ങനെ ഇതുപോലെ ഇനി ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. വീണ്ടും ഞാൻ മൈദയിട്ട് ഒന്നുകൂടെ പരത്തുകയാണ്. നിങ്ങൾക്ക് 3 സൈസുള്ള പാത്രം ഉണ്ടെങ്കിൽ, ചെറിയ ബൗൾ ഉണ്ടെങ്കിൽ ആ ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. പിന്നെ രണ്ടാമത് പരത്തേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ കുക്കി കട്ടർ വെച്ച് 3 സൈസിൽ കട്ട് ചെയ്തെങ്കിലും 3 ഒരേപോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് വീണ്ടും പരത്തേണ്ടി വന്നത്. അപ്പൊ ഇനി രണ്ടാമത്തെ ഇതും ചെയ്യാം. എണ്ണം വെച്ച് മൂന്നാമത്തെ ഷേപ്പ് ഒന്നും നോക്കണ്ട കേട്ടോ. അത് ബാക്കി നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് നന്നായിട്ട് വന്നു. ഇനി ഒന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. അടിഭാഗത്ത് ഒട്ടരുത്, നിങ്ങൾ പൊടി അടിഭാഗത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ഇട്ടിട്ട് അങ്ങനെ ഒട്ടിച്ച് നോക്കാം. എന്നിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഒരു സ്ഥലത്ത് കൂടി നിൽക്കരുത്. ഇതാ ചെറിയതായിട്ട് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേവിച്ചാലും മതി. ടേസ്റ്റ് മൊമോസിന്റെ തന്നെ വരും. ഇങ്ങനെ ഇവിടെ അങ്ങനെ വെച്ച് നമുക്കിന് അപ്പൊ ഇതിന്റെ 2 എൻഡിലും നമ്മൾ കുറച്ച് സ്പേസ് വിടണം. എൻഡ് വരെ നമ്മൾ ഫില്ലിങ് വെക്കാൻ വേണ്ടി പാടില്ല. ഇതൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്യാം. പതിയെ ഇത് ഫോൾഡ് ചെയ്ത് നമുക്ക് വീണ്ടും റോസ് പെറ്റൽ പോലെ ആക്കാം. കവർ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് ഇങ്ങോട്ട് കൂടുതൽ ഇതിന്റെ ഉള്ളിലുള്ള മസാല വരാൻ വേണ്ടി പാടില്ല, ഫില്ലിങ് വരാൻ വേണ്ടി പാടില്ല. ഇനി ഇതൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ കയ്യിൽ പതിയെടുത്ത്, എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടി. മറ്റേ ഫോൾഡിങ്ങിനേക്കാൾ എത്രയോ എളുപ്പമാണിത്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഈ ഭാഗം കണ്ടില്ലേ, ഇത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്കാക്കി പിന്നെ ഇത് റോൾ ചെയ്യുക. വേറെ ഒന്നും ചെയ്യണ്ട, ഇതിങ്ങനെ ഇത് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഈ രീതിയിൽ റോൾ ചെയ്ത് ഇവിടെ ഒന്ന് ഒട്ടിക്കുക. എന്നിട്ട് ഈ പെറ്റൽസ് ഒന്ന് പുറത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നല്ല റോസിന്റെ ഷേപ്പിൽ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തത് ഞാൻ ചെയ്യാം. ബാക്കിയുള്ളതും കൂടെ ഞാൻ ചെയ്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്യാം. അപ്പൊ നിങ്ങൾ വലുതായിട്ട് പരത്തി കട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ഇതുപോലെ കുറച്ച് വലുത്, പിന്നെ അതിൽ കുറച്ച് ചെറുത് ഇങ്ങനെ 3 ബോൾസ് ആക്കിയിട്ട് സെപ്പറേറ്റ് പരത്തിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ വേറെ പരത്തിയെടുത്തിട്ടും ഇതുപോലെ ചെയ്യാവുന്നതാണ്. സ്റ്റീമർ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എണ്ണ പരത്തി കൊടുക്കുക. അല്ലാതെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. കുറച്ച് എണ്ണ പരത്തി കൊടുക്കുക. ഇത് നമുക്ക് ആട്ടമാവിലും ചെയ്യാം കേട്ടോ. ആട്ടമാവിൽ ചെയ്താൽ മൈദയുടെ അത്ര ടേസ്റ്റി അല്ല, പക്ഷെ ആട്ടമാവിൽ ചെയ്താൽ നല്ല ഹെൽത്തി ആണത്. മൈദയുടെ ആ ദോഷവശങ്ങളൊന്നുമില്ല. ഇനി നമ്മളിത് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനി നമുക്ക് ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. നമ്മൾ ചിക്കൻ വേറെ വേവിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിൽ തന്നെ കിടന്ന് വേവാനുള്ളതാണ്. അപ്പം നമുക്കിതിനെ വേവിച്ചെടുക്കാം. അത് സ്റ്റീമായി വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ചട്നി ഉണ്ടാക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ടൊമാറ്റോയുടെ ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് മിക്സിക്കകത്തേക്ക് ഇടാം. പിന്നെ മുളകും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് സവോള, ചെറിയ പീസ് മതി, ചെറിയ പീസ് സവോള
പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി അതിടുക. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് ഒന്ന് വഴറ്റണം. പാൻ ചൂടായിട്ടുണ്ട്, ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആവണമെന്നില്ല, കുറച്ച് കരുവേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എരിവില്ലാത്ത മുളക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എരിവില്ലാത്ത ഇത്ര മുളക് എടുക്കുമ്പോൾ തന്നെ നല്ല എരിവ് വരും. എരിവുള്ള മുളക് എടുത്തു കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും. അതുകൊണ്ട് എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ് ഏറ്റവും യോജിച്ചത്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ്. സോയാ സോസും വിനാഗിരിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ സ്ട്രീറ്റ് സ്റ്റൈലിലുള്ള മൊമോസിന്റെ അതേ ടേസ്റ്റ് വരും. കുറച്ച് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഇടാം. പഞ്ചസാരയും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് തിളച്ചിട്ടുണ്ട്, ഇനി ഒന്ന് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം അല്പം മല്ലിയിലയും കൂടെ, ഇത് ഓപ്ഷണലാണ്, മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. അതൊന്ന് ഇളക്കി ഇത് തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം നമുക്ക്. ഇതായിട്ടുണ്ട്, ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഫ്ലവറിന്റെ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഭംഗിയുള്ള മൊമോസ് റെഡി ആയിട്ടുണ്ട്. ഇത് മയോണീസും റെഡ് ചട്നിയാണ് ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കാനിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.